അനുമോളേക്കാൾ PR ഉള്ളത് അനീഷിനാണ്. പിന്നീട് ഷാനവാസനുണ്ട്. അതുപോലെ തന്നെ വോട്ട് മറിക്കുന്ന PRകളും ഈ സീസണിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പല കോർണറിൽ ഇരുന്ന് ഈ വന്ന മത്സരാർത്ഥികളെല്ലാം കൂടെ ഇരുന്ന് സംസാരമാണ്. അതിൽ ഏറ്റവും വലിയൊരു ഡിസ്കഷൻ നടക്കുന്നത് സരിക. നിങ്ങൾ നോക്കി വെച്ചോ, സരിക മിക്കവാറും പണി മേടിക്കും. പക്ഷെ ബിഗ് ബോസ് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഈ ആഴ്ച ഇവരൊക്കെ വന്ന് ഇതൊക്കെ സംസാരിക്കും എന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. അപ്പോൾ ഇതൊക്കെ ഇനി അറിഞ്ഞ് കളിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ബിഗ് ബോസ് അത് തുറന്നു വിട്ടേക്കുവാണ്. അപ്പം മുൻഷി രഞ്ജിത്ത് ഒരു അലക്കൊക്കെ അലക്കിയിട്ട് ഒരു മൂലയ്ക്ക് പോയി ബിഗ് ബോസിനടുത്ത് കൺഫെഷൻ റൂമിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാറിപ്പോയിരിക്കുന്നുണ്ട്. പക്ഷെ സരിക, നൂറ, ആദില ഇവരോടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കൂടെ ബിൻസി ഉണ്ട്, കുറച്ചധികം എന്താ പറയാ മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ അനീഷിന് PR ഇല്ല, PRന്റെ ഫുൾ ഫോം പോലും തനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ അവിടെ പിടിച്ചാണ് സംസാരം തുടങ്ങുന്നത്. അതായത് ഏറ്റവും കൂടുതൽ PR ഉള്ളത് 3 പേർക്കാണ്: അനീഷ്, ഷാനവാസ്, അനുമോള്. എന്നിട്ട് സരിക പറയുന്നുണ്ട് അനീഷിന്റെ PR ആണ് ഡൊമ്പോ എന്ന്. പക്ഷെ അവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സരിക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ വീഡിയോ നമ്മുടെ അമ്മമാര് പോലും കണ്ടിട്ട് അതിനകത്ത് കമന്റ് ഒന്നും ഇടത്തില്ലല്ലോ. പക്ഷേ ഓരോ വീഡിയോയ്ക്ക് വരുന്ന കണക്കിനുള്ള കമന്റുകളില്ലേ, ഇതൊക്കെ കമന്റ് തൊഴിലാളികളാണ്. അപ്പം ഇവരൊക്കെ PRന്റെ ആൾക്കാരാണ്. ഒരു വീഡിയോ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ താഴെ പോയി കമന്റ് ഇട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്നില്ലേ, അതൊക്കെയാണ് PR. അപ്പോൾ ആ ഒരു PR ഏറ്റവും കൂടുതലുള്ളത് അനീഷിനാണ്. പിന്നെ അനുമോൾക്കും ഷാനവാസിനും ഉണ്ട്. ഇനി ഷാനവാസിനെ കുറിച്ച് പറയാം. ഈ ഒരു വീട്ടിൽ എല്ലാവരും വന്നപ്പം ഷാനവാസിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ചെയ്യുന്നത് ഒരു നല്ലതാണ്, ഗ്രാഫ് ഒന്ന് ഉയരും. എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത്. ഷാനവാസ് എല്ലാവരിൽ നിന്നും മാറിയിരിക്കുകയാണ്. രഞ്ജിത്ത് നല്ല രീതിയിൽ അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു ദൃക്സാക്ഷിയെ പോലെ ഷാനവാസ് ഒന്നും മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ പലയിടത്തും പോയി അവിടെ ഇവിടെയും ചെറിയ സംസാരങ്ങൾ ഒഴിച്ചാൽ ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പലയിടത്തും കുറ്റങ്ങൾ പറയുന്നത് അപ്പാനി അക്ബറിനോട് പറയുന്നുണ്ട്. ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ, എന്തൊരു മാനിപ്പുലേറ്റർ ആണ് ഷാനവാസിനെ കുറിച്ച് പറയുകയാണ്. അത് അനുമോളും കേൾക്കുന്നുണ്ട്. അനുമോള് പക്ഷെ കാര്യമായിട്ടത് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ബിൻസി വന്നപ്പോഴേ വെറുത്ത, അല്ലെങ്കിൽ ബിൻസിക്ക് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി ഷാനവാസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നൂറയ്ക്കും ആദിലയ്ക്കും ഷാനവാസിനോട് ഒരു എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ പറയുന്ന അനുമോളെ ഇന്നലെ രാത്രി ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഷാനവാസ് നല്ല ബെസ്റ്റ് ഗെയിമർ കൊടുത്തു ബാക്കിയെല്ലാം സഹാനുഭൂതിയും സത്യസന്ധതയും ഒക്കെ ഇല്ല എന്ന് പറഞ്ഞ് 0-0 കൊടുത്തു. സഹാനുഭൂതി അതായത് എനിക്ക് ഇന്നലെ പറയണമെന്നുണ്ടായിരുന്നു, പോട്ടെ ഇതൊക്കെ ഇല്ല എന്ന് കൊടുത്തു. ഉടനെ നൂറ ഇത് പറയുന്നുണ്ട്, കള്ള, കൊച്ചു കള്ള എന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ, ആ കള്ളയാണ് നൂറ ഷാനവാസിനെ വിളിച്ചത്. അപ്പോൾ ഷാനവാസ് നൂറയെ പോയി നിങ്ങളെ വീട്ടിൽ പോയി വിളിക്കുന്നു പറഞ്ഞു. അത് ഇവിടെ ഈ ആദിലയും നൂറയും കൂടെ അത് കയറി ബിൻസി എടുത്തും സരികയെടുത്തും പറയുമ്പോഴാണ് ബിൻസി പറയുന്നത്, നിങ്ങൾ നോക്കിക്കേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന് ബിൻസി പറയുന്നുണ്ട്. സരിക പറയുന്നുണ്ട്, നിങ്ങൾ ഓർത്ത് നോക്ക്, ഞാൻ ഈ ഷാനവാസിനോട് എത്ര മിണ്ടിയിട്ടുണ്ട്. ഷാനവാസ് ഒരു നടനാണ്. ഇവിടെ കയറിയപ്പോഴേ ഒരു നടനായിട്ടാണ് കയറിയത്, വേറൊരു നടനാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ നടന്റെ ഇത് വിടും. ഷാനവാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താൻ ഇവിടെ റിയൽ അല്ല. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ആദില അവിടെ പറയുന്നുണ്ട്, അനീഷുമായിട്ടുള്ള സൗഹൃദം അത് ഓൾവേസ്, അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഷാനവാസിന് അനീഷിനോട് ഒരു സൗഹൃദവും ഇല്ല, 0% ആണ്. ഷാനവാസ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനകത്ത് ഒരു ജെനുവിനിറ്റി ഇല്ല. അത് ഇവിടുത്തെ സൗഹൃദമല്ലേ എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ തിരിച്ച് അനീഷിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 50-60% ആ ഒരു സൗഹൃദത്തിൽ ഒരു നീതി പുലർത്താൻ അനീഷിന് കഴിയുന്നുണ്ട്. പക്ഷെ അത്ര പോലും ഷാനവാസിനില്ല. പിന്നെ ഇതെല്ലാം ഗെയിമാണ്, എല്ലാവരും ഗെയിമാണ്. ഇതൊക്കെ ഒരിടത്ത് നടക്കുന്ന ചർച്ചകളാണ്. അപ്പോൾ ഈ അനീഷിന്റെ PRനെ കുറിച്ച് വിശ്വസിക്കാനും പോലും പറ്റാതെ ഇരിക്കുന്ന ആദിലിനെയും നൂറേനെയും നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച അനീഷ്, അപ്പം നൂറ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവർക്കൊക്കെ അനുമോൾക്ക് ഫസ്റ്റ് അനീഷിന് സെക്കൻഡ് എന്ന് പറഞ്ഞ് പോകത്തില്ലേ. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു ഗെയിം അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഈ സീസൺ അവസാനിക്കുമ്പോഴും ഇവരാര്, ഇപ്പൊ അനുമോളും അനീഷും ഒക്കെ തന്നെ ആയിരിക്കും ജയിക്കാനുള്ള സാധ്യത. അപ്പോ അത് ഇനി അങ്ങോട്ടും ഈ പറയുന്ന കാര്യങ്ങൾ PR കൊണ്ട് ഈ ഒരു സീസണിലെ കപ്പെടുക്കാൻ കഴിയില്ലേ?
അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ PR ആണ് എന്ന് വിളിച്ച് പറയാൻ ഇവർക്കും സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ച് സരികയും നൂറയും ആദിലയും ഹിൻസിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ അടുത്ത വരുന്ന സീസണിലെ ആളുകളൊക്കെ ഈ അനീഷിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യത്തില്ലേ? വരുന്നു, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, പിന്നെ അങ്ങോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കുന്നു, പിന്നെ അങ്ങോട്ട് ലവ് കോംബോ ഉണ്ടാക്കുന്നു. വാവ്, അതും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ മുൻഷി ഔട്ടിരിപ്പുണ്ട്. മുൻഷിക്ക് ഇപ്പൊ ആരടുത്തും അങ്ങോട്ട് ചൊറിയാൻ ചെല്ലാൻ പറ്റാണ്ടിരിക്കുന്നിട്ട് ബിഗ് ബോസിനെ വിളിച്ചിട്ട് ചൊറിയട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അക്ബറും അപ്പാനിയും കൂടെ അവരുടെ സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിലാണ് അവര് പറയുന്നത് ഷാനവാസിന്റെ കാര്യമാണ്. അക്കൂട്ടത്തിലേക്ക് അനുമോള് പോയി ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇരിക്കുകയാണ്. വെറുതെ പോയി ഇരുന്നതാണ്. അനുമോളൊന്നും അങ്ങനെ കാര്യമായിട്ട് എല്ലാവരുടെ പോയി കുശു 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 എന്ന് പറഞ്ഞ് സംസാരിക്കുന്നില്ല. സത്യത്തില് അനുമോൾക്കൊരു പേടിയുണ്ട്. പുറത്ത് തന്നെ കുറിച്ചാണോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്നുള്ളൊരു പേടി അനുമോൾക്കുണ്ട്. അതിന്റെ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഫീല് അനുമോളുടെ മുഖത്ത് കാണാൻ പറ്റും. പിന്നെ അക്ബറുമായിട്ടാണ് ഏറ്റവും കൂടുതലും വഴക്ക് അനുമോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അക്ബറും അപ്പാനെയും തമ്മിൽ സംസാരിക്കുന്നത് തന്നെ കുറിച്ചാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കണം അനുമോൾ അവരുടെ ഇടയിലേക്ക് പോയി ഇരുന്നത്. അങ്ങനെ പോയി ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അപ്പാനി ഭയങ്കരമായിട്ട്, അത് നല്ല രസമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പാനി ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോയിലെ ഓരോ ദിവസവും നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യാൻ പോയതായിട്ട് കണക്കാക്കുക. നമ്മളൊരു 9 to 6 ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുവോ? നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ നോക്കുക. അതേപോലെ കൺസിഡർ ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഈ സീസൺസ് ഒന്നും പിന്നെ കാണാൻ നിൽക്കരുത് എന്നൊക്കെയാണ് അപ്പാനി പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല, അപ്പാനി പറയുന്നുണ്ട് അനുമോൾ എന്നെ കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അനുമോള് ഒന്ന് തട്ടിക്കൊടഞ്ഞു. കാരണം എന്ന് വെച്ചാൽ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അപ്പാനി അപ്പൊ പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കുറിച്ചും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോളോട് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പോലും ഞാൻ മിണ്ടത്തില്ല എന്ന്. പക്ഷെ ഞാൻ മിണ്ടുന്നില്ലേ? അതേപോലെ കണക്കാക്കണം. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കരുത്, കുറ്റം പറയരുത്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, നീ എന്നെ കുറിച്ച് കുറ്റം പറയുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറ്റം പറയും, നീ എന്നെ കുറിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ട്. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയില്ല, പക്ഷെ എനിക്ക് എപ്പിസോഡ് മുഴുവൻ കാണണം എന്ന് അനുമോൾ പറയുകയാണ്. അപ്പോൾ അത് അപ്പാനി അത്രയും കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നീ എപ്പിസോഡ് കണ്ടല്ല, അത് അക്ബറും പറയുന്നുണ്ട്. എപ്പിസോഡ് കണ്ടാൽ നമുക്ക് ദേഷ്യം വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയൊക്കെ അവരുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ അവർ എല്ലാവരും ജീവിക്കുന്നത് കഞ്ഞി കുടിക്കാനായിരുന്നു എന്ന് പറയാം. ഇപ്പം എല്ലാവരും ജീവിക്കുന്നത് ഒരു മന്തിയെങ്കിലും മേടിച്ച് കഴിക്കാനാണ്. അപ്പൊ ആ മന്തി മേടിക്കാൻ പോകുന്ന സമയത്തിന് എന്തിനാണ് ഈ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അളിഞ്ഞ് കുറ്റം പറയുന്നത്? അപ്പം ഗെയിമിലേക്ക് വന്നു, ബിഗ് ബോസ് ആണ്, അതൊരു ഗെയിമാണ്, അതൊരു വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. ആ ശ്രമിക്കുന്നതിനിടയിൽ അതിനകത്ത് നിന്ന് അവരെന്തൊക്കെയോ പറഞ്ഞു. പുറത്തിറങ്ങി ഇതേ കണക്ക് ചെളിവാരി എറിയണ്ട എന്നാണ് അപ്പാനി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സോ അപ്പാനിക്ക് ഇതൊരു സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 ക്യാരക്ടർ ലെവലുകളുണ്ട്, ലെയേഴ്സ് ഉണ്ട്. അതായത് ഇത് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ടും പുറത്ത് കാണിക്കുന്ന ഒരു ലെയറാണ് ഇതെന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിളിൽ കാണിക്കുന്നതും, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പെരുമാറുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് പെരുമാറേണ്ടത്. കാരണം ഇത്രയും വലിയൊരു ക്യാമറകൾ, ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷേ ഒരു 10, 20, 30 ദിവസം നമ്മൾ ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ നമുക്ക് ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ സൂപ്പർ ഈഗോ, ഞാൻ ഇത്ര നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട മുഖങ്ങളെല്ലാം അവിടെ പുറത്തു വരും. ലാസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഫുഡിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കുറിച്ചൊന്നല്ല, നമ്മുടെ പൂർവികരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതായത് ആദിമ മനുഷ്യർ പോലും ഫുഡിനും അതുപോലെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ ഈ ലൈംഗികതയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കണക്കൊരു അവസ്ഥയിലാണ് ഇവരെ കൊണ്ടുവന്നിടുന്നത്. നമ്മൾ ഒരുപാട് പുരോഗമിച്ചത് കൊണ്ട് തന്നെ ഈ മലയാളം എപ്പിസോഡിലൊന്നും തന്നെ ഈ ലൈംഗികതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സീനുകളോ കാണുന്നില്ല. പക്ഷെ ഹിന്ദി ബിഗ് ബോസിലോട്ടൊക്കെ ചെല്ല്, അവരെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് ഉൾപ്പെടെ കാണുന്നുണ്ട്. അതൊന്നും വൃത്തികേടാണെന്നല്ല. പക്ഷെ ഒരു സമൂഹം, നമ്മളെ സമൂഹത്തിന്റെ ആ ഒരു പുരോഗമനം എന്ന് പറയാൻ പറ്റത്തില്ല, പകരം ഒരു സദാചാരം എന്ന് പറയാം. ഇത്തരത്തിലേക്ക് ആൾക്കാർ മനുഷ്യരുടെ ചിന്താഗതിയെ കുറിച്ച് ലാലേട്ടൻ തന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെയാണ് അപ്പാനി അവിടെ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അപ്പാനി അവിടെ പറയുന്നുണ്ട്, കോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്,
പുറത്തിറങ്ങി ചെളിവാരി തേക്കരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയരുത്. കാരണം അപ്പാനെ അത് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ബിൻസിയൊക്കെ ആണെങ്കിലോ നിമിഷമാണ് ഇങ്ങനെ റീലിടുന്നത്, ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞും കുറവുകൾ പറഞ്ഞും. കാരണം ബിഗ് ബോസ് അവരുടെ ഉള്ളിൽ കഴിഞ്ഞില്ല, ഇപ്പോഴും അത് കണ്ടിന്യൂ ആണ്. ഇനി എന്തായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും ഇനി ആരും വരാനുണ്ടാവത്തില്ല. പകരം ഇവരുടെ ഈ ഡിസ്കഷൻസ് മിക്കവാറും നാളെ ഇവരെല്ലാവരും തിരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഒരു വലിയൊരു ഗെയിം നടക്കാൻ പോവുകയാണ്. എസ്പെഷ്യലി ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ഷാനവാസ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എല്ലാവരും മാറി മാറി കുറ്റം പറയുന്നത് ഷാനവാസിനെ കുറിച്ചാണ്. ഷാനവാസ് ആരോടും ഒട്ടും മിണ്ടുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അനീഷ് അനിമോളൊക്കെ ഒന്ന് സൈഡായിട്ട് ഷാനവാസ് കപ്പ് ഉയർത്താനുള്ള സാധ്യത വരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പോരട്ടെ. സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.